ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അതായത് നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയല്ല, നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു മായാമോഹിനി അല്ലെങ്കിൽ മായാമോഹനൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ പണ്ട് പിള്ളേരെയൊക്കെ നമ്മള് ഇങ്ങനെ മിൽക്കി ബാറും ഡയറി മിൽക്കൊക്കെ കാണിച്ച് വീഴ്ത്തൂലേ? ഇതേ കണ്ടാ അപ്പൊ തന്നെ പിള്ളേർ അങ്ങോട്ട് വീഴും. അത് ഇത് പിള്ളേരുടെ കേസല്ല. പക്ഷെ അതുപോലത്തെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ അത് ചെയ്തു തരാം, ഞാൻ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്നൊക്കെ പറയുന്ന ഓഫറുകളുടെ പെരുമഴയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഡ്രീം ഉണ്ടാവും മനസ്സിൽ. എനിക്ക് ഇന്നതുപോലെ ജീവിക്കണം, എൻ്റെ സാഹചര്യങ്ങൾ ഇതുപോലെ ഒന്ന് മാറ്റണം, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എനിക്ക് ഫിനാൻഷ്യലി അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു ബിസിനസ് പരമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും രീതിയിലോ സംതിങ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിന്നാൽ പോരാ, എനിക്ക് കുറച്ചും കൂടി എന്താ പറയാ മറുകരയിലോട്ടൊന്ന് എത്തി നോക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ മായാമോഹനന്റെ അല്ലെങ്കിൽ മായാമോഹിനിയുടെ ഒരു കടന്നുവരവ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്കുകളിൽ വിശ്വസിക്കുകയാണ്. ഈ തേർഡ് പാർട്ടി പറയുന്ന വാക്കുകളിൽ നിങ്ങളുടെ ആള് വിശ്വസിച്ചു. ഇപ്പൊ ഈ പറയുന്ന പോലെ അതായത് ഇപ്പൊ ഫ്ലൈറ്റിന് US പോകുന്നതിനേക്കാളും എളുപ്പം കോതമംഗലം വഴി നടന്നു പോകുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൾ അതേ വിശ്വസിക്കുള്ളൂ. മനസ്സിലായ? കാരണം നമ്മള് പ്രാക്ടിക്കൽ ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളല്ല ഈ വ്യക്തി വിശ്വസിക്കുന്നത്. ഈ മായാമോഹനം പറയുകയാണ് കോതമംഗലം വഴി പോവുകയാണ്, അതാണ് എളുപ്പം, നടന്നു കഴിഞ്ഞാൽ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളില ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങളുടെ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. അത് ശരിയായിരിക്കും, ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ശരിയായിരിക്കും, ഇവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതൊരു തെറ്റിദ്ധാരണയെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ കാണിക്കുന്നത് ഒരാള് ഒരു ട്രാക്ക് വരച്ചിരിക്കുന്നു, ആ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ കൂടി പുറകെ ഒരു വ്യക്തി നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഒന്നല്ലെന്നുണ്ടെങ്കിൽ സോപ്പിട്ട് പതപ്പിച്ചുള്ള സംസാരത്തിൽ കൂടിയോ പ്രവൃത്തിയിൽ കൂടിയോ ആ വഴിയിൽ കൂടി നടത്തുന്നു. അതിനെതിരായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ഒന്ന് നോവിച്ച് നടത്തുന്നു. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ബന്ധനമാണ് ഇവിടെ, ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഊരാക്കുടുക്കെന്നൊക്കെ പറയില്ലേ, ആ ചെറിയ, എല്ലാവർക്കും അത് ഊരാക്കുടുക്കല്ല, എന്നാലും കുറച്ചാളുകൾക്ക് ഇതൊരു ഊരാക്കുടുക്കെന്ന് പറയുന്നൊരു കാര്യത്തിൽ ഇങ്ങനെ ഒരു ബന്ധനം പോലെയൊക്കെ കാണിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. കാരണം ഈ ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ പിന്നീടാണെന്നുണ്ടെങ്കിലും, അതായത് പിന്നീടാണെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് ഈ മായാമോഹനനെ കൊണ്ടും ഈ മായാമോഹിനിനെ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബം തന്നെ ഉള്ള ആ ഒരു കുടുംബത്തിനെ തന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഈ വ്യക്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്.
മനസ്സിലായോ? കാരണം ഇവരങ്ങനെയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യങ്ങളല്ല വിശ്വസിക്കുന്നത്. ഇവർക്ക് എന്താണ്, അതായത് ഈ തേർഡ് പാർട്ടിക്ക് എന്താണ് യഥാർത്ഥ ഉദ്ദേശം എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ വ്യക്തിയുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചറിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി എന്നെ ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു ചക്രവർത്തിനി എന്നുള്ള രീതിയിൽ ഈ ആള് ആക്കും എന്നുള്ള ഒരു കാര്യം അതാണ് വിശ്വസിച്ചിരിക്കുന്നത്. അത് പറഞ്ഞിട്ടുമുണ്ട്. അത് വിശ്വാസവുമാണ്. അങ്ങനെ ചെയ്യും, അങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതെന്ന് പറയുന്നത്, ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിന്ന്, അതായത് നിങ്ങളുടെ വ്യക്തിന്ന് പല കാര്യങ്ങളും എടുക്കും. അതായത് ഈ മായാമോഹനന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ് ഈ തേർഡ് പാർട്ടിയുടെ ഒരു ബുദ്ധി. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് എന്താണ്? എന്റെ കയ്യിൽ നിന്നൊന്നും അങ്ങനെ അധികം കാര്യങ്ങളൊന്നും പോകത്തൊന്നുമില്ല, അവരുടെ കയ്യിൽ നിന്നൊക്കെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള പരിപാടികളിൽ നിന്ന് ഇൻവോൾവ് ആകും. പക്ഷെ ആക്ച്വലി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങളുടെ ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് കാരണം. സ്റ്റക്ക് എനർജിയാണ്. നല്ല കാര്യങ്ങളെ പറ്റി, അതായത് നല്ലതായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനോ, എനിക്ക് എന്നെ ആലോചിക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ടെന്ന് ഒരു ആലോചന, ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഈ വ്യക്തിയുടെ മനസ്സിന് ഇല്ലാതെ പോയി. ഇതിലെ ബുദ്ധിമുട്ട് എന്താന്ന് പറയുന്നതേ, ഇവര് പല കാര്യങ്ങളും, ഈ തേർഡ് പാർട്ടി പല കാര്യങ്ങളും തരാം, ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്ന് പറയും. അങ്ങനെ പറച്ചിലുകൾ മാത്രം ഉണ്ടാവുള്ളൂ, പക്ഷെ ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. അതിപ്പോ ഫിനാൻഷ്യൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ 100% ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒന്നും അങ്ങനെ കിട്ടില്ല, ഒരു പരിപാടി. പക്ഷെ ഇവിടെ നിന്ന് ഒട്ട് പോവുകയും ചെയ്യും. നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ പോവുകയും ചെയ്യും, ഇവിടെ നിന്ന് ഒട്ടും അങ്ങനെ കിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റക്നെസ് എനർജി, അതായത് ബന്ധനം, ബ്ലാക്ക് മാജിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഇതിലുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തേർഡ് പാർട്ടിക്ക് വേറെ പാർട്ടിയുണ്ട്. തേർഡ് പാർട്ടിക്ക് വേറെ ആളുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തിനെ കൂടാതെ വേറെ തേർഡ് പാർട്ടി ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തി അതിനെ ചോദ്യം ചെയ്യാൻ പോയാലോ, അതിനെതിരെ, അതായത് ഈ തേർഡ് പാർട്ടി എന്തെല്ലാം കാര്യങ്ങൾ കിടന്ന് കാണിച്ചു കഴിഞ്ഞാലും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെല്ലാം വൃത്തികേടുപരമായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ചാലും കാണിച്ചു കഴിഞ്ഞാലും, അത് ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഈ തേർഡ് പാർട്ടി ഉണ്ടാക്കും. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ഈ വ്യക്തിനോട് മാത്രമല്ല, വേറെ ആളുകളുടെ അടുത്ത് എനർജി വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇത്തിരി മോശപ്പെട്ട ആളുകളുടെ അടുത്തുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അവരെ കൂട്ടുപിടിക്കുക, എന്തിനും ഏതിനും മറ്റുള്ളവരെ, അതായത് ഇവരുടെ അതേ വേവ് ലെങ്ത് ഉള്ള ആളുകളെ കൂട്ടുപിടിച്ച് ഉള്ള പരിപാടികൾ ചെയ്യുക. കാരണം ഇവര് ഒറ്റക്ക് നിന്നുള്ള കാര്യങ്ങൾ ചെയ്യില്ല, കുറച്ച് കൂട്ടുപിടിക്കും. അതായത് കുറച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളായിട്ട് പരിപാടികൾ ഒപ്പിക്കും. മനസ്സിലായോ? അല്ലാതെ ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രം സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി അല്ല ഈ തേർഡ് പാർട്ടിയുടെ എനർജി. പക്ഷെ അത് എന്താ പറയാ, മനസ്സിലാക്കുന്നില്ല. അതാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. നിങ്ങളുടെ ആളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ആള് അത് മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ ആൾ ഈ തേർഡ് പാർട്ടിനെ കൊണ്ടുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ ആൾക്ക് നല്ല രീതിയിലുള്ള ടോട്ടലി ഒരു
മനുഷ്യൻ എത്രത്തോളം വിഷമിക്കാൻ പറ്റുമോ, എത്രത്തോളം മനോവേദന അനുഭവിക്കുമോ, അത് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവും. അത് നിങ്ങളുടെ വ്യക്തി താങ്ങത്തില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് പല പരിപാടികളും അതല്ല ഇതാണ് നല്ലത്, മറ്റതല്ല മറിച്ചതാണ് നല്ലത് എന്നൊക്കെ ആലോചിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ പല ചിരിച്ച മുഖങ്ങളെയും പല കരഞ്ഞ മുഖങ്ങളെയും അങ്ങോട്ടൊരു മൂലക്ക് തള്ളി മാറ്റിയിട്ട് എനിക്ക് ഇത് ആണ് സെറ്റ്, ഇത് കലക്കൻ സാധനമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ദുരിതവും ദുഃഖവും ഇങ്ങനെ നമ്മള് കൈനീട്ടി ഏറ്റുമേടിക്കൂലേ, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്താ പറയാ, ഒന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ വ്യക്തി മറ്റുള്ളവരെ ചതിച്ച പോലെ ഈ വ്യക്തിയുടെ, ഈ തേർഡ് പാർട്ടി, ഈ മായാമോഹനൻ, മായാമോഹിനി എന്ന് പറയുന്ന ഈ ആളുടെ അടുത്ത് നിന്ന് ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഒരു ചതി നേരിടാം. അത് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കും, ചിലപ്പോൾ ഫിസിക്കലി ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് എനർജി. ഈ ബ്ലാക്ക് മെയിലിംഗ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരാളെ വിഷമിപ്പിച്ചാൽ കൊടുത്താൽ കൊല്ലത്തുനിന്ന് കിട്ടും എന്ന് പറയുന്ന പോലെ, കൊടുത്താൽ കൊല്ലത്തുനിന്ന് മാത്രമല്ല എല്ലായിടത്തുനിന്നും കിട്ടും. നമ്മളിപ്പോ ഒരു നല്ല കാര്യം ഒരാളോട് ചെയ്യുകയാണ്, നല്ല പരിപാടികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു വ്യക്തി മുഖേന നമ്മൾക്ക് കിട്ടും. അതേസമയം നമ്മളൊരു ചീത്തക്കാരിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ചീത്തക്കാരിയെ നമ്മളുടെ അടുത്തോട്ട് അത് വേറൊരു ആള് മുഖേനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം ഇവിടെ അത് നിങ്ങളുടെ ആള് പല കാര്യങ്ങളും പല രീതിയിലും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഏറ്റുമേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.